മച്ചന്മാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചായൻ ഇങ്ങ് എത്താൻ പോവാണ്. ഈ ചായ എന്താ 9 മണിക്കെത്തും. എന്തായാലും രണ്ടാമത്തെ വരവാണ് വരാൻ പോകുന്നത്. ഇനി ബോക്സ് ഓഫീസിൽ ഇടിയുടെ പൂരം തന്നെയായിരിക്കും. അതെ, മമ്മൂട്ടിയുടെ അടുത്ത ചിത്രത്തിൻ്റെ വീണ്ടും ഒരു അപ്ഡേറ്റുമായി വരുന്നു. അതായത് അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എത്താൻ പോവുകയാണ് കൃത്യം 9 മണിക്ക്. ഇന്ന് സോഷ്യൽ മീഡിയ ആളിക്കത്താൻ പോവുകയാണ്. എന്തായാലും ഇടിയുടെ പൂരം കൊണ്ട് ഉള്ള തിയേറ്റർ തന്നെയായിരിക്കും. അമ്മാതിരി മാസ് എലിമെൻറ്റ്, വ്യത്യസ്തമായ ജേണറിൽ, വ്യത്യസ്തമായ ശൈലിയിൽ, വ്യത്യസ്തമായ ലുക്കിൽ മമ്മൂട്ടി വരുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഇയാളാണ് നടൻ. അങ്ങനെ തന്നെ പറയാനുള്ളൂ. ബാക്കി എല്ലാവരും ഒരേ രൂപത്തിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ എന്നുള്ള ലെവലാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ ഭ്രമയുഗത്തിലെ കാരണവർ, ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു 30-40 വയസ്സുള്ള ഒരാളായിട്ട് ടർബോയിലെ ജോസച്ചായൻ, ഇനിയും അതല്ലെങ്കിൽ ഒരു എന്താ പറയണേ, നൻപകൽ നേരത്തെ തമിഴ്, അങ്ങനെ ഓരോ വേഷപ്പകർച്ചകൾ അങ്ങ് ആടി തിമിർക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് വരികയാണ്. വൈശാഖാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മമ്മൂട്ടി ഈ ഒരു സിനിമ വരുന്നത് അതിഗംഭീരമായിട്ട്, മിഥുൻ മാനുവൽ തോമസാണ് നമുക്ക് ഏറ്റവും പ്രോമിസിങ് ഇതിനകത്തിലുള്ളത്. എന്താണെങ്കിലും ഇനിയും വരുന്നത് ഒരു തീപ്പൊരി ഐറ്റം ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആരൊക്കെയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്? സെക്കൻഡ് ലുക്ക് കൃത്യം 9 മണിക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ലുക്ക് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചതാണ്. അപ്പോൾ സെക്കൻഡ് ലുക്ക് ഏത് റേഞ്ച് ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. തീയല്ല തീപ്പന്തമായിരിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. എന്താണെങ്കിലും അമ്മാതിരി ഒരു സംഭവമാണ്. ഇതോടുകൂടി അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഫിനിഷ് ചെയ്തിരുന്നു. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സിനിമ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കും. യാതൊരു മാറ്റങ്ങളുമില്ല, അതേ എലിമെൻ്റ് തന്നെയാണ്. അതായത് വ്യത്യസ്തമായ ജോണറിൽ തന്നെ വരുന്നു. അവാർഡ്, ആർട്ട് ഏത് വേണേലും ഇവിടെ പോകും എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഇടയ്ക്ക് സംസ്ഥാന അവാർഡ് കാര്യങ്ങൾ മേടിക്കുന്നു, ഇടയ്ക്ക് 100 കോടിയിലേക്ക് പോകുന്നു. ആ റേഞ്ചിലെയാണ് ഇപ്പോൾ മമ്മൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ. ഇപ്പോൾ വന്ന ഭ്രമയോഗവും ഇതുമായിട്ട് അജഗജാന്തരമായിട്ടുള്ള ഭാവപകർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും കാത്തിരിക്കാം മമ്മൂട്ടിയുടെ അടുത്ത പടവും കാര്യങ്ങളും. എന്തായാലും 9 മണിക്ക് സ്റ്റേ ട്യൂൺ ടു സീ ടർബോ എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.